നമസ്കാരം. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കി അമേരിക്ക. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സുകളെല്ലാം അടച്ചുപൂട്ടുന്ന ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഇറാനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തുടരുന്ന മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ഉപരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യവും സ്ഥാപനവും അമേരിക്കൻ ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ബെസന്റ് വ്യക്തമാക്കി. ഇറാന് വേണ്ടി പണമടയ്ക്കൽ തട്ടിപ്പുകളിലും കള്ളപ്പണം വെളുപ്പിക്കലിനും പങ്കാളികളാകുന്നവരെ $ഡോളർ സാമ്പത്തിക ശൃംഖലയിൽ നിന്നും നീക്കം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ അസറ്റുകൾ, സാങ്കേതിക വിദ്യ, സ്വർണം, വ്യോമയാനം, ഷിപ്പിംഗ് തുടങ്ങിയ 5 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈന, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് നിലവിൽ ഇറാന്റെ വലിയ വ്യാപാര പങ്കാളികൾ. കൃത്യമായ ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാവും സെക്കൻഡറി ഉപരോധങ്ങൾ ചുമത്തുകയെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞില്ലെങ്കിലും അമേരിക്കയുടെ കർശന നിലപാടിൽ നിന്നും ആർക്കും ഒഴിവാകാനാവില്ലെന്നും വ്യക്തമാക്കി. നേരത്തെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണങ്ങളും മാസങ്ങളായി തുടരുന്ന US നാവിക ഉപരോധവും കാരണം ഇറാന്റെ സാമ്പത്തിക മേഖല വൻ തകർച്ചയിലാണ്. രാജ്യത്തെ പണപ്പെരുപ്പം രൂക്ഷമായതോടെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് ഇടിവ് കുറച്ച് 2.02 ദശലക്ഷത്തിലെത്തി. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അരി, മാംസം തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ്. ഇറാന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 5% കൂടുതൽ തകർച്ച നേരിടുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി വിലയിരുത്തുന്നത്. ഇതിനിടെ ഇറാൻ പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ സാമ്പത്തികവും സൈനികവുമായി തകർച്ചയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ സാമ്പത്തിക D-Day ആരംഭിച്ചതായും പ്രഖ്യാപിക്കുകയും ഇവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ ആഗോളമായി ഒറ്റപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എഴുതിയ ലേഖനത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പരാമർശം. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയും അവരുടെ പ്രതിരോധ ഫാക്ടറികൾ ഭൂരിഭാഗം നശിപ്പിക്കുകയും ആണവായുധ പദ്ധതി തകർത്തു തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ബെസന്റ് അവകാശപ്പെട്ടു. ഏറ്റവും പുതിയ US നടപടികൾ അമേരിക്കയുടെ സൈനിക തോൽവിയുടെ സമ്മതപത്രമാണെന്നും ഇറാൻ അഭിപ്രായപ്പെട്ടു. US സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടക്കുന്നത് ബെസന്റിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നുവെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസം ഗരീബാദാദി എക്സിൽ കുറിച്ചു. ഫെബ്രുവരിയിൽ USഉം ഇസ്രയേലും യുദ്ധം ആരംഭിച്ചതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയായിരുന്നു. എന്നാൽ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണവാതക വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമൂസ് പ്രതിസന്ധി പ്രധാന തർക്കവിഷയമായും ഉയർന്നു വന്നിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപ് ഗതാഗതം തടഞ്ഞിരുന്നില്ലെങ്കിലും നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ടെഹ്റാൻ തടസ്സപ്പെടുത്തുന്നത് തുടരുകയാണ്. ഈ തടസ്സം ഊർജ്ജ ഷിപ്പിംഗ് ചെലവുകൾ ഉയർത്തുകയും ആഗോളതലത്തിൽ പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിക്കുകയും നവംബറിലെ മിഡ് ടേം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേലുള്ള ആഭ്യന്തര സമ്മർദ്ദം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ അമേരിക്ക ഉപരോധം എന്തായാലും വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ കാലഘട്ടത്തിൽ വ്യോമയാന മേഖല അടക്കം തകർന്നിരിക്കുന്ന ഘട്ടത്തിൽ ഇനിയുമുള്ള അമേരിക്കൻ ഉപരോധം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം.